പുതുവത്സരാശംസകൾ. 2025 നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മളുടെ ഫാമുകളെല്ലാം തന്നെ പുരോഗതിയിലേക്ക് വരട്ടെ. ഇന്ന് ഒരു സുപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരു ഫാമിൽ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ ആ ഫാമിൻ്റെ പുരോഗതി, നിലനിൽപ്പ്, ആ ഫാം എങ്ങനെ പോകുന്നു, അത് ലാഭകരമാണോ, അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയാണോ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ ഡേറ്റ നോക്കിയാൽ മതിയാകും. ആ ഡേറ്റ എന്താണ് എന്നാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതാണ് ഡേയ്സ് ഇൻ മിൽക്ക്. ഞാനത് ഡിം എന്ന് പറയുന്നു, ഡേയ്സ് ഇൻ മിൽക്ക്. ഒരു ഫാമിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ എന്തെന്ന് ചോദിച്ചാൽ മറ്റൊന്നും ആലോചിക്കാതെ പറയാം, ഡേയ്സ് ഇൻ മിൽക്ക്. ഡേയ്സ് ഇൻ മിൽക്ക് കറക്റ്റായിട്ട് പോകുന്നൊരു ഫാമിൽ റീപ്രൊഡക്ഷനും പ്രൊഡക്ഷനും ആനിമൽ ഹെൽത്തും ലാഭവും എല്ലാം ഭംഗിയായി ഉണ്ടാകും. എന്താണ് ഡേയ്സ് ഇൻ മിൽക്ക് നോക്കാം. വളരെ സിമ്പിൾ. എനിക്കൊരൊറ്റ പശു ഉള്ളൂ എന്നിരിക്കട്ടെ. ആ പശു പ്രസവിച്ചിട്ട് 50 ദിവസമായെങ്കിൽ ഡേയ്സ് ഇൻ മിൽക്ക് 50. ആവറേജ് ഡേയ്സ് ഇൻ മിൽക്കും 50/1 50. ഇനി എൻ്റെ ഫാമിൽ 2 പശുക്കളുണ്ടെന്നിരിക്കട്ടെ. ഒരു പശു പ്രസവിച്ചിട്ട് 50 ദിവസമായി, രണ്ടാമത്തെ പശുവിനെ പ്രസവിച്ചിട്ട് 75 ദിവസമായെങ്കിൽ ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് 50 പ്ലസ് ആദ്യത്തെ പശുവിന് 50 ദിവസം, രണ്ടാം പശു 100 ദിവസമാണെങ്കിൽ 50 + 100/2 75 ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക്. അപ്പോൾ ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് ഏറ്റവും അനുകൂലം അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു നല്ല ഫാമിൽ, ഒരു വലിയ ഫാം, ഒരു നല്ല ഫാമിൽ ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് ഒരു 160 അതിനടുപ്പിച്ചായിരിക്കും. അതൊക്കെ നേടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. 160 ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. 160, 162 ആ ലെവലിലേക്കാണ് ഒരു ഫാമിൻ്റെ ആവറേജ് ഡേയ്സ് ഇൻ മിൽക്കെങ്കിൽ ഊഹിക്കാം ആ ഫാമിലെ ആവറേജ് പ്രൊഡക്ഷൻ വളരെ നല്ലതായിരിക്കാം. 2 എക്സലൻറ്റ് റീപ്രൊഡക്ഷൻ സ്റ്റേറ്റസ് ആയിരിക്കും ആ ഫാമിൽ. കൃത്യമായി റീപ്രൊഡക്ഷൻ നടക്കുന്ന ഒരു ഫാമിന് മാത്രമേ ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് കുറഞ്ഞു വരാൻ പറ്റുകയുള്ളൂ. ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് ഒരു 250 300 ഒക്കെയാണ് ഒരു ഫാമെങ്കിൽ ആ ഫാം എല്ലാ അർത്ഥത്തിലും പരാജയമായിരിക്കും. ആ ഫാമിൽ റീപ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ആ ഫാമിൽ വറ്റുകറവ പശുക്കളാണ് വളരെ കൂടുതൽ. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ വളരെ മോശമായിരിക്കും. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ആ ഫാമിലെ പശുക്കളുടെ ആരോഗ്യം നല്ലതല്ല, ന്യൂട്രീഷൻ ലെവൽ മോശമാണ്. അതുകൊണ്ടാണ് അവിടെ ഫാമിലെ പശുക്കൾ ചനപിടിക്കാത്തത് എന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ഫാർമർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡിം ഡേയ്സ് ഇൻ മിൽക്ക്, ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക്, ശരാശരി ഡേയ്സ് ഇൻ മിൽക്ക് കുറച്ച് നിർത്താനാണ് നോക്കേണ്ടത്. ഇനി എങ്ങനെയാണിത് കുറച്ച് നിർത്തുന്നതെന്ന് ചോദിച്ചാൽ റീപ്രൊഡക്ഷൻ കറക്റ്റ് ആയിരിക്കണം. ഞാൻ നേരത്തെ ചില വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചു, നമ്മൾ ചില ടോളറൻസ് ലെവലൊക്കെ കീപ്പ് ചെയ്യണം. അതായത് ഒരു 90 ദിവസത്തിനകത്തൊരു പശുവിനെ ചനപിടിപ്പിച്ചെടുക്കാൻ ശ്രമിക്കണം. പ്രസവിച്ചൊരു പശു 90 ദിവസം. 90 ദിവസം എന്നത് മാക്സിമം ഇപ്പോൾ തുടക്കം എന്നുള്ളൊരു 120 ദിവസമെങ്കിലും ഒക്കെ ആയിട്ട് നോക്കണം. കാരണം കേരളത്തിലെ ഫാമുകളുടെ എല്ലാം റീപ്രൊഡക്ഷൻ സ്റ്റേറ്റസ് വളരെ മോശമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. അത് മാറ്റിയെടുക്കണമെങ്കിൽ ആനിമലിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് പറ്റുള്ളൂ. ഏതൊരു ഫാമിൻ്റെയും വിജയമെന്ന് പറയുന്നത് ബ്രീഡിംഗ് ആൻഡ് ഫീഡിങ്. ഈ ബ്രീഡിങ്ങും ഫീഡിങ്ങിലും ശ്രദ്ധ ചെലുത്താത്ത ഫാമുകൾക്ക് പുരോഗതി ഉണ്ടാവില്ല എന്നത് കാലം തന്നെ തെളിയിച്ച കാര്യമാണ്. അപ്പോൾ ബ്രീഡിങ്ങിലും ഫീഡിങ്ങിലും ശ്രദ്ധിക്കുക. അതുപോലെ ഇത് കൃത്യമായി വരികയാണെങ്കിൽ നമ്മളുടെ ആവറേജ് ഡേയ്സ് ഇൻ മിൽക്കൊക്കെ മാനേജബിൾ ലെവലാകും. അപ്പോൾ നമ്മളൊരു ഫാമിൽ പോയി കഴിഞ്ഞാൽ അവിടെ എത്ര പശുക്കൾ കറവയിലുണ്ട്, എത്ര പാലുണ്ട് എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ആദ്യം ചോദിക്കേണ്ട കാര്യം ഇവിടുത്തെ ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് എത്രയാണെന്നാണ്. ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് ഒരു 160 170 ഉള്ള ഫാമാണെങ്കിൽ അതൊരു എക്സലൻറ്റ് ഫാമായിരിക്കാം. ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരാൾക്ക് 250 പുറത്തായിരിക്കാം പല ഫാമുകളിലും. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ആവറേജ് പ്രൊഡക്ഷൻ വളരെ വളരെ മോശമായിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ഫാമിൽ ഇത്രയുമൊക്കെ പരിശ്രമിച്ചിട്ട് പോലും ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് ഒരു 188 നിൽക്കുന്നത്. അത് ഇപ്പോൾ മോശമല്ല എന്ന് പറയുന്നു. ഞങ്ങളുടെ ആവറേജ് ഇപ്പോൾ ഏതാണ്ട് 18 ലിറ്ററിന് 20 ലിറ്ററോളം ചില ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്.
17 പശുക്കളാണ് ഇപ്പോൾ കറവയിലുള്ളത്. 342 ലിറ്റർ പാലാണ് ഈ ദിവസങ്ങളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഏതാണ്ട് 20 ലിറ്റർ എങ്കിലൂടെ ഞാൻ പറഞ്ഞൊരു 19+ എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത് നിലനിർത്തുക എന്നതാണ് ചലഞ്ച്. ത്രൂ ഔട്ട് ദ ഇയർ ഇത് നിലനിർത്തണമെങ്കിൽ ആ ഫാമിൽ റീപ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കണം. ആ ഫാമിൽ പുതിയ പശുക്കൾ, നമ്മളിപ്പോഴുള്ള പശുക്കളേക്കാൾ മികച്ച കുട്ടികൾ ഫാമിലുണ്ടാവണം. ഇനി ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് അനുകൂലമായൊരു ഫാമിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ആ ഫാമിൽ ഉണ്ടാകുന്ന വരുമാനങ്ങൾ ഏതൊക്കെ വഴിയിലെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ സൂചിപ്പിച്ചു, ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് കുറയുമ്പോൾ നിങ്ങളുടെ ഫാമിൽ ഉത്പാദനം വളരെ കൂടുതലായിരിക്കും. കാരണം ഇളങ്കറവ പശുക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് ഒരു 160 ലെവലുള്ള ഫാമിൽ ഇളങ്കറവ പശുക്കളും മീഡിയം കറവ പശുക്കളും ഒക്കെ ഏതാണ്ട് നല്ല അനുപാതത്തിലായിരിക്കാം. അതുകൊണ്ട് പാലിൻ്റെ ടെക്സ്ചർ, ക്വാളിറ്റിയും നല്ലതായി അനുഭവപ്പെടും. അനുകൂലമായ ആവറേജ് ഡേയ്സ് ഇൻ മിൽക്കുള്ള ഒരു ഫാമിൽ ധനം വരുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് അനുകൂലമായൊരു ഫാമിൽ ഉന്നതമായ പ്രൊഡക്ഷൻ ഉണ്ടാകും. ഓഫ് കോഴ്സ് ഇതെല്ലാം നമ്മുടെ ബ്രീഡിനെ ബാധിച്ചിരിക്കുന്നു. എത്രത്തോളം നല്ല ബ്രീഡാണ് എന്നതനുസരിച്ചിരിക്കും. എങ്കിലും ആ ബ്രീഡ് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ, ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് കുറവാണെങ്കിൽ ആ ഫാമിൽ ഉത്പാദനം നല്ലതായിരിക്കും, പ്രത്യുത്പാദനവും നല്ലതായിരിക്കും. പ്രത്യുത്പാദനം നന്നായി നടന്നാൽ മാത്രമേ ആവറേജ് ഡേയ്സ് ഇൻ മിൽക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യുത്പാദനം നല്ലതാണെന്നിരിക്കട്ടെ, എങ്കിൽ ആ ഫാമിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാവുന്ന പശുക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. ഒഴിവാക്കാവുന്നത് എപ്പോഴാണ് ഒഴിവാക്കേണ്ടത്? നമ്മളുടെ ഫാമിൻ്റെ കപ്പാസിറ്റി ഒരു 50 പശുക്കളുടെ ഫാമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിരിക്കട്ടെ. ആ ഫാമിൽ നിന്ന് നമുക്ക് ഒഴിവാക്കിയാലും അതിനേക്കാൾ മികച്ച പശുക്കുട്ടികളാണ് വരുന്നതെങ്കിൽ, ഉത്പാദനത്തിലേക്ക് വരുന്നതെങ്കിൽ, നമുക്ക് മനോവിഷമമില്ലാതെ കുറച്ച് പശുക്കളെ ഒഴിവാക്കാം. കാരണം നമുക്കറിയാം, നമ്മളുടെ ഫാമിൽ ജനിച്ച കുട്ടികൾ വളർന്നു വന്ന് കൺസീവ് ചെയ്ത് പ്രസവിക്കുമ്പോൾ നമ്മളുടെ നിലവിലുള്ള പശുക്കളേക്കാൾ കൂടിയ നിരക്കിൽ പാല് തരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് മനസമാധാനത്തോടെ കള്ളിയാം. അപ്പോൾ ഒന്ന്, പാല് വഴിയുള്ള വരുമാനം. 2, ഡേയ്സ് ഇൻ മിൽക്ക് അനുകൂലമാണെങ്കിൽ പാലിൻ്റെ ടെക്സ്ചർ, ക്വാളിറ്റി ബെറ്റർ ആയിരിക്കും. 3, അതെന്തുകൊണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. കാരണം നല്ലൊരു ബാലൻസ് ആയിരിക്കും. ഇളം കറവ, മീഡിയം കറവ, വറ്റ് കറവ പശുക്കളുടെ കോമ്പിനേഷൻ കറക്റ്റായിരിക്കും. 3, നമുക്ക് കുറച്ച് പശുക്കളെ ഒഴിവാക്കാൻ പറ്റും. വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരും സന്തോഷത്തോടെ ആയിരിക്കും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. കാരണം നമ്മുടെ പശുക്കൾ പ്രൂവൺ പശുക്കളാണെങ്കിൽ നമ്മളുടെ ഇന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരുപാട് ലാക്ടേഷനുള്ള പശുക്കളെ ഫാമിൽ നിർത്തുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് നല്ലതല്ല. കാരണം ഇപ്പം നമുക്കിതൊക്കെ നിവൃത്തിയില്ലാതെ വരുന്നത് നമുക്ക് റീപ്ലേസ്മെൻറ്റ് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി 2, കുറച്ച് കിടാരികളെ വിൽക്കാം. നമുക്ക് ഒരു 20 പശുവിനെയാണ് നമ്മൾ ഒഴിവാക്കുന്നത്. 50 പശുക്കളിൽ നമ്മളൊരു 15 പശുവിനെയാണ് ഒഴിവാക്കുന്നത്. നമ്മളുടെ ഫാമിൽ ഒരു 25 നല്ല ടോപ്പ് ക്ലാസ് കിടാരികൾ അടുത്ത ലാക്ടേഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്കതിൽ നിന്ന് 15 പേരെ ഒഴിവാക്കാം, 10 പേരെ വിൽക്കാം. അപ്പോൾ പശുക്കൾ ഒഴിവാക്കുന്ന പശുക്കളുടെ പണം, വിൽക്കാവുന്ന കിടാരികളുടെ പണം, ഇതൊക്കെ നമ്മൾ സ്വപ്നം കാണുക. സ്വപ്നം കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. സ്വപ്നം കണ്ടില്ല എങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ലോകത്ത് ഫാമിംഗ് വികസിക്കുന്നത് ഇത്തരം നിരന്തരമായ പ്രക്രിയയിലൂടെയാണ്, പ്രവർത്തന നൈരന്തര്യത്തിലൂടെയാണ്. അങ്ങനെയാണ് വിജയമുണ്ടാക്കുന്നത്. നമുക്കും അപ്പോൾ വലിയ രീതിയിൽ സ്വപ്നം കാണാം, വലിയ കാര്യങ്ങളിലേക്ക് പോകാം. ബ്രീഡിങ്ങിലും ഫീഡിങ്ങിലും ഒക്കെ വ്യക്തമായി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഫാമിലും നേട്ടങ്ങളുണ്ടാകും. 2025 നമ്മൾ ഇങ്ങനെയൊക്കെ ഉന്നതമായി ചിന്തിക്കുന്ന രീതിയിലാകട്ടെ. ഏവർക്കും ഒന്നിച്ച് പ്രയത്നിച്ച് നമുക്ക് വിജയം വരിക്കാം. 2001 കേരളത്തിലെ ആവറേജ് മിൽക്ക് ഈൽഡ് 10 ലിറ്ററിൽ താഴെ. ഇപ്പോഴും 24-ലും 25-ലും 10 ലിറ്ററിൽ താഴെ. പഞ്ചാബിൽ 2001 10 ലിറ്ററിൽ താഴെ. ഇപ്പോൾ ആവറേജ് ഈൽഡ് 24-25 ലിറ്റർ. അവരെങ്ങനെ ഇതൊക്കെ നേടി? അവിടെയും നമ്മളെപ്പോലുള്ള സാധാരണ ഫാമേഴ്സ് തന്നെയാണ്, സാധാരണ കർഷകർ തന്നെയാണ്. പക്ഷേ അവർ അസാധാരണമായ നേട്ടങ്ങളുണ്ടാക്കിയത് അതിപ്രയത്നത്തിലൂടെയും ശാസ്ത്രീയമായ പരിചരണത്തിലൂടെയാണ്. ഇങ്ങനെ ആണ് നമ്മൾ മുമ്പോട്ട് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ അത്തരം നേട്ടങ്ങൾ നമുക്കും ഒരിക്കലും അസാധ്യമാകില്ല. ഏവർക്കും 2025 എല്ലാ വിജയവും കൊണ്ടുവരട്ടെ. ഒന്നുകൂടെ പുതുവത്സരം ആശംസിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ദൈവം അനുഗ്രഹിക്കട്ടെ.